ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ജകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ രഥ്യാകർപ്പട വിരചിത കന്ധഃ പുണ്യാ പുണ്യവിവർജിത പന്ഥാ രഥ്യാകർപ്പട വിരചിത കന്ധഃ പുണ്യാ പുണ്യവിവർജിത പന്ഥാ യോഗി യോഗനിയോജിത ചിത്തഃ രമത്തെ ബാലോന്മത്തവദേവ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഒരു യഥാർത്ഥത്തിലുള്ളതായ ആ മുക്തൻ്റെ ജീവൻ മുക്തൻ്റെ അവസ്ഥ പറയുകയാണ്. അവൻ രഥ്യാകർപ്പട വിരചിത ഗന്ധ വഴിയിൽ കിടക്കുന്ന കീറത്തുണികളൊക്കെ എടുത്ത് അവനെ ഭാണ്ഡക്കെട്ടുണ്ടാക്കി അത് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. രഥിയിലുള്ള കർപ്പടങ്ങൾ ജീർണിച്ച വസ്തുക്കളാണ്. ആളുകൾ ഉപേക്ഷിച്ചു പോയ വസ്തുക്കളെ എടുത്തുകൊണ്ട് വിരചിത ഗന്ധ അതുകൊണ്ട് തൻ്റെ ഭാണ്ഡക്കെട്ടുണ്ടാക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പുണ്യാപുണ്യ വിവർജിത ബന്ധ അവനെ സംബന്ധിച്ചിടത്തോളം പുണ്യവുമില്ല പാപവുമില്ല, പുണ്യപാപങ്ങളൊന്നുമില്ല. കാരണം അവനൊന്നും ചെയ്യുന്നില്ല. അവൻ ബ്രഹ്മത്തിൽ തന്നെ ലയിച്ചിരിക്കുന്നത് കൊണ്ട് അവനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്നു. കാരണം ശരീരമുള്ളത് കൊണ്ട് ശരീരത്തെ വെച്ചുകൊണ്ട് അങ്ങനെ ഓടി നടക്കേണ്ടതുണ്ട്, അതുകൊണ്ട് അങ്ങനെ നടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം പുണ്യവും അപുണ്യമില്ലാത്ത ഒരു ബാന്ധനാണ്, ഒരു വഴിപോക്കനാണ്. അവൻ്റെ അടുത്ത് പുണ്യവുമില്ല, ഇല്ല പാപവുമില്ല. പുണ്യപാപങ്ങളെല്ലാം വിട്ടിട്ട് അങ്ങനെ യോഗിലും ബ്രഹ്മത്തിൽ ലയിച്ച് നടക്കുകയാണ്. അവൻ്റെ പുറത്ത് ഒരു കീറത്തുണികൾ കൊണ്ടുള്ള മാറാപ്പുണ്ടാവും. പക്ഷേ അതുപോലെ അങ്ങനെയുള്ള യോഗി യോഗനിയോജിത ചിത്ത യോഗത്തിൽ ആ സമാധിയിൽ ആ ബ്രഹ്മത്തിൽ തന്നെ ലയിച്ച ചിത്തത്തോടു കൂടിയാണ് യോഗി. യോഗത്തെ കൊണ്ട് നിയോജിക്കപ്പെട്ടതായ സ്ഥിരമാക്കപ്പെട്ട ചിത്തത്തോടു കൂടിയാണ്. മനസ്സിനെ ആ ബ്രഹ്മത്തിൽ തന്നെ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് മാറുന്നില്ല. സാധാരണ മനസ്സിനെ ഉറപ്പിക്കുക എളുപ്പമൊന്നുമല്ല. കാരണം ചഞ്ചലമാണ് മനസ്സ്. ഓരോ ക്ഷണം തോറും അത് ഇളകി മറിയുന്നതാണ്. മനുഷ്യനെ ആകെ ഇളക്കി മറിക്കുന്നു. ബലവത്താണ്, ദൃഢമാണെന്നൊക്കെ അർജുനൻ ചോദിച്ചു. അങ്ങനെയുള്ള മനസ്സിനെ ഒരു സ്ഥലത്ത് നിർത്താൻ ഒക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഭഗവാൻ പറഞ്ഞു കഴിയും. എങ്ങനെ ആണെങ്കിൽ വൈരാഗ്യ അഭ്യാസേന കൗന്ദേയ വൈരാഗ്യേന ജയിച്ചത് അഭ്യാസം, നിരന്തരമായ യത്നം. അതുപോലെ തന്നെ വൈരാഗ്യം. ഈ കാണുന്നതെല്ലാം നിസ്സാരമാണ്, അത് അപകടകാരിയാണ് എന്ന് അതിൽ നിന്നൊക്കെ പിൻവാങ്ങി, സൃഷ്ടിയിൽ നിന്ന് പിൻവാങ്ങി വൈരാഗ്യം നേടുക. ഈ വൈരാഗ്യം കൊണ്ടും നിരന്തരമായ അഭ്യാസം കൊണ്ടും മനസ്സിനെ ഏകാഗ്രമാക്കാൻ കഴിയും, മനസ്സിനെ വശീകരിക്കാൻ കഴിയും. അങ്ങനെ യോഗം കൊണ്ട് യമനിവാദികളായ അഷ്ടാംഗ യോഗം കൊണ്ട് നിയോജിതമായ ആ ബ്രഹ്മത്തിൽ തന്നെ നിയോജിക്കപ്പെട്ട ഉറപ്പിക്കപ്പെട്ടതായ ചിത്തത്തോടു കൂടിയ യോഗി രമതേ അങ്ങനെ അത്യന്തം സന്തോഷിക്കുകയാണ്. അവനെ സംബന്ധിച്ചൊന്നുമില്ല. അവൻ ബാലോന്മത്തവദേവ, ബാലക്കുട്ടികളെ പോലെയാണ്. കുട്ടികൾ കാരണമില്ലാതെ ചിരിക്കും, കാരണമില്ലാതെ കരയും. അതാണല്ലോ അനിയത രുദിത സ്മിതം എന്നാണ്. അവർക്ക് കരച്ചിലിനും അതുപോലെ തന്നെ ചിരിക്കും. പ്രത്യേകം കാരണമൊന്നും വേണ്ട, ചിരിക്കും. അതുപോലെ ഭ്രാന്തന്മാരും അതുപോലെയാണ്. അവർ ചിരിക്കും, പരസ്പരം സ്വയം സഞ്ചാരിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ നടക്കും. പക്ഷേ അങ്ങനെ പ്രഹ്ലാദനെക്കുറിച്ച് പറയുമ്പോൾ ക്വചിത് ദ്രുതതി ക്വചിത് ഹസതി എന്നൊക്കെ പറയാറുണ്ട്. ഭക്തനായ പ്രഹ്ലാദൻ ചിലപ്പോൾ അങ്ങനെ ഉച്ചത്തിൽ കരയും, ചിലപ്പോൾ ചിരിക്കും,
ചിലപ്പോൾ സ്വയം സംസാരിക്കും. അങ്ങനെയുള്ള ഉന്മത്തനെ പോലെയോ ബാലന്മാരെ പോലെയോ ആ യോഗി ആ ബ്രഹ്മത്തിൽ തന്നെ ലയിച്ച് അങ്ങനെ കഴിയുന്നു. അവനെ സംബന്ധിച്ച് മറ്റൊന്നുമില്ല, ബാഹ്യമായ യാതൊരു ചിന്തയും അവനില്ല. അവൻ ബ്രഹ്മത്തിൽ തന്നെ ലയിച്ച് എല്ലാം അതിൽ തന്നെ ആനന്ദിച്ചുകൊണ്ട് സ്വാത്മാരാമനായി നിത്യാനന്ദ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അതുകൊണ്ട് ഭക്ത, മൂഢ, നീ ആ നിലയിൽ യോഗിയായിട്ട് തീർന്ന് നിൻ്റെ ഈ മുക്തി നേടാൻ ശ്രമിക്കൂ. അല്ലാതെ ഈ വാർദ്ധക്യത്തിൽ വ്യാകരണങ്ങൾ പഠിച്ച് അങ്ങനെ ഒളിവിട്ട് ജീവിതം പാഴാക്കാതിരിക്കൂ.